ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA, BSW, BCom, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമുക്കിപ്പോൾ ലിമിറ്റഡ് സീറ്റ്സുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ അസസ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ക്രൈറ്റീരിയാസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പ്രൊജക്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രൊജക്റ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ അസസ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്നുള്ളത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും പ്രൊജക്റ്റ് ചെയ്യാനില്ല. ചില കോഴ്സുകൾ ചെയ്യുന്നവർക്ക് മാത്രമേ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BA സൈക്കോളജി പോലെയുള്ള കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഗൈഡിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ ആണോ അല്ലെങ്കിൽ ഏത് കോഴ്സാണോ അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഗൈഡിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് നമുക്ക് ടോപ്പിക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടോപ്പിക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്നാമത് നിങ്ങൾ എടുത്ത കോഴ്സിന്റെ ബേസിലുള്ള ടോപ്പിക് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം വരുന്നത് നമ്മൾ എടുക്കുന്ന കോഴ്സിന്റെ ഡാറ്റ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സോഴ്സിൽ നിന്നും കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ടോപ്പിക് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് വരുന്നത് പ്രൊജക്റ്റ് സിനോപ്സിസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സിനോപ്സിസ് ഉണ്ടാക്കിയതിന് ശേഷം നാലാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഏത് സ്റ്റഡി സെന്റർ ആണോ കിട്ടിയിട്ടുള്ളത് അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവരത് അപ്രൂവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. ആ ടൈം വരെ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രൊജക്റ്റ് സിനോപ്സിസിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ട ടൈമാണ്. ഡാറ്റാസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട് എഴുതിയിട്ട് അത് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇനി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ട് വരുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മുടെ വൈവ എന്ന് പറയുന്നത്. അപ്പോൾ വൈവ കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ മാർക്ക് വരും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ അപ്പ് ചെയ്താലാണ് നമുക്കൊരു നല്ല പ്രൊജക്റ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എക്സാം അതുപോലെ തന്നെ അസൈൻമെന്റ് പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിന് ഒരു സെപ്പറേറ്റ് മാർക്കാണെന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും മാക്സിമം ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് പറയാവുന്നതാണ്. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളെ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.